ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക് ഏത് രീതിയിലേക്കായിരുന്നു എന്നത് മനസ്സിലായില്ലേ? ആക്രമണം ഡിസൈൻ ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ ട്രംപിനെ വിളിപ്പിച്ച് പിന്മാറാൻ പറയിപ്പിച്ചത് റഷ്യയാണ്. അതായത് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുന്ന ഒരു ഏർപ്പാടില്ലേ, അതുപോലെ കടുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ റഷ്യ കാര്യം നടത്തിച്ചു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇറാന്റെ സൈനിക കരുത്തും അതുപോലെ തന്നെ യുദ്ധത്തിന് തയ്യാറായ ഇറാൻ നേതൃത്വത്തിന്റെ നിലപാടും അമേരിക്കൻ സൈനിക നേതൃത്വത്തിന്റെ ആശങ്കയും എല്ലാം കൂടി ഇതിനോടൊപ്പം സമ്മർദ്ദമായി രൂപപ്പെട്ടതിന്റെ എഫക്റ്റാണ് യുദ്ധത്തിന്റെ കാർമേഘം ഒഴിയാൻ കാരണം. അതല്ലാതെ ഇറാൻ പ്രക്ഷോഭകരെ തൂക്കിക്കൊല്ലുന്നത് അവസാനിപ്പിച്ചത് കൊണ്ടാണ് ആക്രമിക്കാത്തത് എന്ന ട്രംപിന്റെ ഒരു അവകാശവാദമൊന്നും ശരിയല്ല. കലാപകാരികളെ ഇറാൻ ഇപ്പോഴും വെടിവെച്ച് കൊല്ലുന്നുമുണ്ട്. ഈ പ്രക്ഷോഭകരെ ഇല്ലാതാക്കാൻ അവരെ തൂക്കിക്കൊല്ലേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇത്തരമൊരു നിലപാട് ഇറാൻ സ്വീകരിച്ചത് കൊണ്ടാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ഓടി മാളത്തിൽ ഒളിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഏത് രാജ്യമായാലും സ്വന്തം രാജ്യത്തിന്റെ ഭരണം അട്ടിമറിക്കാൻ വിദേശ ശക്തികളുടെ പ്രേരണയിൽ ആര് തന്നെ ആയുധമെടുത്ത് കലാപത്തിന് ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം സഖ്യകക്ഷികളുടെ പിന്തുണ പോലും ഇറാൻ വിഷയത്തിൽ ഇപ്പോൾ ട്രംപിന് കിട്ടാതെ പോയിരിക്കുന്നത്.